ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെജിറ്റബിൾ പക്കോട ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ളത് കടലമാവ് വേണം, മൈദാമാവ് വേണം, പിന്നെ അരിപ്പൊടി, പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന നൈസ് പൊടിയില്ലേ അത്, പിന്നെ കായം, കരിവേപ്പില, ഒരു വലിയ സവാള, കുറച്ച് വെളുത്തുള്ളി, രണ്ടോ മൂന്നോ, അത് നമ്മൾ ആ കടലമാവ് അനുസരിച്ചാണ് സാധനങ്ങളൊക്കെ ബാക്കി എടുക്കണ്ടേ. ഒരു കുഞ്ഞു പീസ് ഇഞ്ചി, ഒരു പച്ചമുളക്, പിന്നെ ക്യാരറ്റും ബീൻസും അതിനകത്ത് കൂടുതലെടുക്കുന്നത്. പക്ഷേ ബീൻസ് ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല, ക്യാരറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് ഇച്ചിരി ഭാഗമുള്ളതുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ പീസ് ക്യാരറ്റ് എടുത്തത് കേട്ടോ, അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് തെളിഞ്ഞിരിക്കുവേ. അപ്പം ഈ പിന്നെ കടലമാവിൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്ക് കിട്ടണമല്ലോ, അല്ലെങ്കിൽ വെജിറ്റബിളിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് വരുവേ. പിന്നെ എല്ലാ വെജിറ്റബിളും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വെജിറ്റബിൾസൊക്കെ ഉപയോഗിക്കാം, പക്ഷേ കൂടുതലും ക്യാരറ്റും ബീൻസും മാത്രം ഇടുന്നതാണ് നല്ലത്. പിന്നെ കിഴങ്ങിടാതിരിക്കുകയും ചെയ്യണം ഇതിനെ. പിന്നെ ഞാനതൊരു ചോപ്പറിലോട്ട് ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ ചെയ്ത് വെജിറ്റബിൾ എല്ലാം കൂടെ. പിന്നെ ഈ എല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് കുറച്ച് കാശ്മീരി ചില്ലി ചേർക്കണം, അതിന് പറഞ്ഞൊരു കളറും വരും, ഒരു ചെറിയ എരിവും കൂടെ വരും. ഒരു പച്ചമുളകല്ലേ ഇട്ടുള്ളൂ. പിന്നെ ഇത് പെരിഞ്ജീരകം ഓപ്ഷനല്ല, പക്ഷേ ഇടുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്, കടലമാവൊക്കെ ചേരുന്നതല്ലേ. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചെറുതായിട്ടുള്ള വെള്ളത്തിൽ, എന്ന് പറഞ്ഞാൽ സാധാരണ പച്ചവെള്ളത്തിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലപോലെ ടൈറ്റായിട്ട് ഇത് കുഴച്ചെടുക്കണേ. നമ്മൾ ഈ അടയ്ക്കൊക്കെ കുഴയ്ക്കുകയല്ലേ, അടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, അതുപോലെ ഇരിക്കണം. എന്ന് പറഞ്ഞാൽ നമുക്കത് പരന്ന് കിട്ടുകയും ചെയ്യുന്നു, പക്ഷേ കോരിയ സ്പൂണെ കിട്ടുകയും ചെയ്യുന്ന പരുവത്തിൽ നല്ലപോലെ കുഴച്ചെടുക്കണം ചെറിയൊരളവിൽ. പിന്നെ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ ഇച്ചിരി ഉപ്പ് തെളിഞ്ഞ് നിൽക്കണം. എന്ന് പറഞ്ഞാൽ എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ ഉപ്പ് കുറഞ്ഞു പോകും ചിലപ്പോഴേ. കണ്ടോ, ഈ പരുവം അതിന് കറക്റ്റ് പരുവെന്ന് പറയുന്നത്. ഞാൻ ഇച്ചിരിയേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, പിള്ളേർക്ക് 2 പേർക്കും മതിയല്ലോ എന്ന് ഓർത്താം. പിന്നെ ഞാൻ ഈ കുഞ്ഞു പാത്രത്തിൽ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഇച്ചിരി സാധനം ഉണ്ടാക്കാനുള്ളൂ, പിന്നെ എണ്ണ പൊങ്ങി കിടന്നോളൂല്ലേ. വലിയ പാത്രത്തിലാകുമ്പോൾ ഒത്തിരി എണ്ണ ഒഴിക്കണം, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഈ എണ്ണ ഉപയോഗിക്കുകയല്ലേ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇച്ചിരി എണ്ണ ഇടുന്നത്. കണ്ടോ, ആ സ്പൂണെ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ്സിൽ ഇച്ചിരി വെള്ളം വെച്ചിട്ട് ഈ സ്പൂൺ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ ഒന്ന് മുക്കി വെച്ച് ഇത് കോരി എടുത്താൽ മതി, അപ്പോൾ അത് പെട്ടെന്ന് കിട്ടുമേ. പിന്നെ നമ്മൾ സാധാരണ ഓരോന്നുണ്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു വശം വേഗം വെയിറ്റ് ചെയ്യരുതേ, അന്നേരം അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് പെട്ടെന്നായി കിട്ടും. അതുകൊണ്ട് നമ്മളിങ്ങനെ ഈ സ്പൂണും കൊണ്ട് പെട്ടെന്ന് കോരി മറിച്ചിട്ടോണം. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ആ കോരുന്ന വലിയ സ്പൂണും കൊണ്ട് ആ തവി കൊണ്ട് തന്നെ ഇത് മറിച്ചിട്ടോട്ടെ. എപ്പോഴും കോരി ഇളക്കി ഇരിക്കണം ഇത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വശം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടതാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുറം ഭയങ്കര അത്യാവശ്യം നല്ല മൊരിഞ്ഞിരിക്കും പുറവേ, പക്ഷേ അകം നല്ല സോഫ്റ്റാണ്. നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ ബേക്കിംഗ് സോഡയോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇതിൻ്റെ അത് ചേർത്തിട്ടുള്ളൂ. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഞാനിവിടെ സ്ഥിരം ഉണ്ടാക്കി വെക്കുന്നതാണ്. ഒരു രാവിലെയൊക്കെ ഉണ്ടാക്കിയാൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും തീർക്കണം, അല്ലെങ്കിൽ വൈകുന്നേരം 4 മണിക്ക് ഉണ്ടാക്കുന്ന പോലെ അപ്പം തീരുന്ന പോലെ ഉണ്ടാക്കണം. ഇത് വെച്ചിരിക്കാൻ കൊള്ളത്തില്ലേ. അതുപോലെ കണ്ടോ, ഇതുപോലെ സ്പൂൺ ആ വെള്ളത്തിലൊന്ന് നനച്ചേച്ച് പെട്ടെന്ന് കോരിയിട്ടാൽ നമുക്ക് ഒട്ടും നഷ്ടപ്പെട്ടു പോകുകയല്ല കേട്ടോ. അല്ലെങ്കിൽ സ്പൂണെ കുറേ ഒട്ടിപ്പിടിക്കും, മൈദയൊക്കെ ഉള്ളതുകൊണ്ടേ കയ്യിൽ ഒട്ടിപ്പിടിക്കും, അങ്ങനെയൊക്കെ വരുമല്ലോ. ഇത് പെട്ടെന്ന് നമുക്ക് ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണ്ട, ചുമ്മാ വാരി അങ്ങ് ഇട്ടാൽ മതി. ശരിക്കും ഈ വെളുത്തുള്ളി, സവാള, ഇഞ്ചിയൊക്കെ അരിഞ്ഞാണ് ഇടേണ്ടത്. അപ്പം അങ്ങനെ ഇട്ടിട്ടില്ല, ഞാനിപ്പോൾ ഇങ്ങനെയല്ലേ ചെയ്തേ, അരച്ചെടുക്കുക ചെയ്തേക്കുന്നത്, എന്ന് പറഞ്ഞാൽ ചോപ്പ് ചെയ്തെടുക്കുക ചെയ്തേക്കുന്നത്. പിന്നെ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന സാധനമാണ്. അപ്പം എല്ലാവരും ഇപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് അറിയിക്കണേ. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ലതാണെങ്കിൽ നല്ലതാണെന്നും ചീത്തയാണെങ്കിൽ ചീത്തയാണെന്നും ഒക്കെ അറിയിക്കണം. പിന്നെ ഞാൻ കുറേ ഹാൻഡ് എംബ്രോയ്ഡറിയുടെയും ഇതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ കുറേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണുകയൊക്കെ ചെയ്യണേ. അപ്പം ഓക്കെ, ബൈ, നാളെ കാണാവേ, ബൈ.